الحمد لله رب العالمين الذي من علينا بعيد الفطر. وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. هو الأول والآخر والظاهر والباطن وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله فلتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹാദരണീയരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഉപ്പമാരെ, ഉമ്മമാരെ, അനുജന്മാരെ, അനുജത്തിമാരെ, സർവശക്തനായ ജഗന്നിയന്താവായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ടും തഖ്വ പുലർത്തിക്കൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയും വസിയ്യത്ത് നൽകുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ പരിശുദ്ധമായ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലാഹുവിന്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന സുഖാനുഭൂതികൾക്ക് പോലും ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച നീണ്ട നാളുകൾക്ക് ശേഷം എല്ലാ ആനന്ദങ്ങളുടെയും സുഖാനുഭൂതികളുടെയും പരമാവധിയിലേക്ക് തല ഉയർത്തിയതല്ല ഈ പെരുന്നാൾ, മറിച്ച് പ്രവചിക്കാനാകാത്ത, നിർവചിക്കാനാകാത്തൊരു പൊരുൾ ഈ പെരുന്നാളിനുണ്ട്. അത് നാം ഉൾക്കൊള്ളുകയും തിരിച്ചറിയുകയും വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നാം കണ്ടിട്ടില്ലാത്ത
അനുഭവിച്ചിട്ടില്ലാത്ത ശാശ്വതമായ സ്വർഗജീവിതം പ്രതീക്ഷിച്ച് നിരന്തരമായി പരിശ്രമിച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് അവസാനം നമുക്ക് കടന്നു ചെല്ലാനുള്ള ദാറുസ്സലാം അല്ലാഹുവിന്റെ ഭവനം, ആ സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 11 മാസക്കാലം ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നാം കാത്തിരുന്നു. പരിശുദ്ധ റമദാൻ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, ആ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ അത് നമ്മിലേക്ക് വന്നു. അത് നമ്മുടെ നാടിനെ ലക്ഷ്യമൊഴിച്ചു. അങ്ങാടികളും കവലകളൊക്കെ തിങ്ങി നിറഞ്ഞു. അല്ലാഹുവിന്റെ ഭവനങ്ങൾ ജനനിബിഡമായി. നമ്മുടെ ഈമാനുകൾക്ക് വർധനവുണ്ടായി. തഖ്വയുടെ അളവും തോടും വർദ്ധിച്ചു. രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിച്ച് സുദീർഘമായി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തും നിന്ന് നമസ്കരിച്ചും പശ്ചാത്തപിച്ചുകൊണ്ടും നാം പിടിച്ചുകൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആനന്ദം, ഈ പരമാനന്ദം നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ ഇനിയും റമദാൻ, ഇനിയും ഒരുപാട് റമദാനുകൾ എന്റെയും നിങ്ങളുടെയും ആയുസ്സിൽ ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്നവർ, നമ്മുടെ പള്ളികളിലേക്ക് വന്നവർ, നമ്മോടൊപ്പം ഈദുൽ ഫിത്ർ ആഘോഷിച്ച പലരും അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവർ ഇന്ന് നമ്മളോടൊപ്പമില്ല. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പെരുന്നാൾ ആഘോഷിക്കാൻ അവർ നമ്മോടൊപ്പമില്ല. അതുപോലെ ഒരുപക്ഷെ ഇനി വരുന്ന അടുത്ത റമദാനിലും അടുത്ത ഈദുൽ ഫിത്റിലും ഇതുപോലെ നിറഞ്ഞ മനസ്സുമായി സന്തോഷത്തോടു കൂടി കൂടിയിരിക്കാൻ ഞാനോ നിങ്ങളോ ഉണ്ടാവുമെന്ന് ഒരുറപ്പുമില്ല. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഈ പെരുന്നാൾ ഒരായുഷ്കാലത്തെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ പെരുന്നാളും അവസാനത്തെ മുസല്ലയും അവസാനത്തെ ഈദ് നമസ്കാരവുമായി മാറും എന്ന വൈകാരികമായ ആ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത്. ഈ വൈകാരികമായ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു ചെല്ലണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി സ്വർഗത്തോടുള്ള ആശകളൊക്കെ വർദ്ധിപ്പിച്ച് നരകത്തെ കുറിച്ചുള്ള പേടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. നീണ്ട സുജൂദുകളിലൂടെ ഉപ്പരസമുള്ള കണ്ണിനെ കവിൾത്തരത്തിലൂടെ ചാരിട്ടൊഴുകുമ്പോൾ കിട്ടിയ ഒരു ആനന്ദം, അത് നഷ്ടപ്പെട്ടതിൽ ഒരു സങ്കടം, ഒരു വിരഹ ദുഃഖം, ഒരു വേദന, അത് കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ റമദാൻ വിട പറയുന്ന ശവ്വാലിന്റെ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ ഞാനും നിങ്ങളും ഇരിക്കുന്നത് തീർച്ചയാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞു പോയത് ഒരുപാട് കാര്യങ്ങൾ വളരെ ഉറക്കെ ശക്തമായ ഭാഷയിൽ നമ്മോട് പറഞ്ഞുകൊണ്ടാണ്. പരിശുദ്ധ റമദാൻ ഒരുപാട് ശക്തമായ വസിയത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് തട്ടിവളർത്തലുകൾ, ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടാണ് ഈ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് കടന്നുപോയത്. ഒരുപാട് അറിവുകൾ, പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു മാസക്കാലത്തെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാസത്തെ റമദാനിനെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ ശവ്വാലിലേക്ക് കടക്കുമ്പോ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും തീരുമാനം എന്താണ്? എന്തു നിലവാരമായിട്ടാണ് ഈദിന്റെ മുസല്ലയിലേക്ക്, അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്? ഈ മുസല്ലയിൽ ഇരിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും ഉപ്പയുടെയും മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ജ്യേഷ്ഠന്റെയും അനുജന്റെയും സഹോദരന്റെയും സഹോദരികളുടെയും തീരുമാനം എന്താണ്? ആ തീരുമാനം വ്യക്തമാക്കേണ്ട, ശക്തമായ നിലപാടുകൾ വെക്കേണ്ട ഗൗരവപ്പെട്ട ഒരു സദസ്സിലാണ് സഹോദരങ്ങളെ ഞാനും നമ്മളെ ഇരിക്കുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിൽ നാം വീഴ്ച വരുത്തിയിട്ടില്ല. അത് 30 പൂർത്തിയാക്കി
ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സദസ്സിലിരിക്കുന്നത്. രാത്രി സമയങ്ങളിലുള്ള നമസ്കാരം ഒന്നുപോലും ഞാൻ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ ഹൃദയവിശാലതയോടെ കർമ്മം ചെയ്ത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളും ആയത്തുകളും ഉറക്കത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കണ്ണിനോട് യുദ്ധം ചെയ്തുകൊണ്ട് പാരായണം ചെയ്തവരാണ് ഞാൻ നിങ്ങൾ. കഴിഞ്ഞ 30 ദിവസത്തെ നോമ്പും അതുപോലെ ആരാധനകൾക്ക് കേവലം യാന്ത്രികമായിരുന്നില്ല. അന്നനാളത്തിനും ആമാശയത്തിനും വേണ്ടി മാത്രം നോമ്പെടുത്തവരല്ല നാം. ഒരു മാസക്കാലം നമ്മുടെ കണ്ണിന് നോമ്പുണ്ടായിരുന്നു, കാലിന് നോമ്പുണ്ടായിരുന്നു, ഉദരത്തിന് നോമ്പുണ്ടായിരുന്നു, കൈകാലുകൾക്ക് നോമ്പുണ്ടായിരുന്നു. ഈ അവയവങ്ങളെല്ലാം നോമ്പിലൂടെ നിയന്ത്രണമാക്കിയവരായിരുന്നു. ഈ രൂപത്തിൽ നാം പരിശ്രമിച്ചത് പാരത്രിക ലോകത്ത് വരാനിരിക്കുന്ന സൗഭാഗ്യത്തിന്റെ സ്വർഗ്ഗലോകം ആഗ്രഹിച്ചുകൊണ്ടും അതുപോലെ കഠിനകഠോരമായ താങ്ങാനാകാത്ത ഭീമാകാരമായ നരകശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുമാണെങ്കിൽ സഹോദരങ്ങളെ പരലോകത്തെ ഓർത്തുകൊണ്ടാണെങ്കിൽ പടച്ച റബ്ബിന്റെ ക്യാമറ കണ്ണുകൾ ജീവിതത്തിന്റെ നടുറോട്ടിൽ കേവലം റമദാൻ മാസത്തിലല്ല, ശവ്വാൽ 1 തൊട്ട് തുടങ്ങുന്ന ശഅബാൻ 30 അവസാനിക്കുന്ന നീണ്ട ഒരു വർഷത്തെ ജീവിതം അല്ലാഹുവിന്റെ ക്യാമറ ജീവിതമാകുന്ന നടുറോട്ടിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് പടച്ച റബ്ബ് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം നമ്മളിലുണ്ടാകണം. അല്ലാഹു ആ ബോധത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷിക്കാൻ ഈദ് മുസല്ലയിലും പരിതാരിയിലും ഭവനത്തിലും അല്ലാഹുവിന്റെ വീട്ടിലും വന്നിരിക്കുമ്പോ സഹാബികളടക്കമുള്ള നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുമോ? അല്ലാഹുവിന്റെ സഹാബത്ത് ഹൃദയങ്ങൾ വിറച്ചുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ടാണ്, വിറങ്ങൽ ഭയവിഹ്വലരായിക്കൊണ്ടാണ്, തേങ്ങുന്ന ഹൃദയവുമായിട്ടാണ് ഈദ് മുസല്ലയിൽ ഇരുന്നത്. പെരുന്നാളിലേക്ക് കടന്നത് അത് കഴിഞ്ഞവർ മടങ്ങിപ്പോയത്, ആ ദിവസത്തെ അവർ പൂർത്തിയാക്കിയത്. അത്രമാത്രം ഹൃദയവേദന കടയൽ അവരുടെ ഹൃദയത്തിലുണ്ടാകാൻ കാരണമുണ്ടാകും അറിയുമോ? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് വഴിയിൽ തലവെച്ച് കിടക്കുന്ന ആയിഷ ബിൻത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മകൾ ആയിഷ, നമ്മുടെ ഉമ്മ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്തു. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിയ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ അക്ഷരപ്രതി ജീവിതത്തിൽ അർത്ഥവത്താക്കിക്കൊണ്ട് ജീവിക്കുകയും പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള ആരാധനാകർമ്മങ്ങൾ നിർബന്ധവും ഐച്ഛികവുമായി ജീവിതത്തിലുടനീളം നിർവഹിക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവസരം കിട്ടുമ്പോൾ മത്സരിച്ച് സദഖ കൊടുക്കുന്നവർ അവരുടെ ഹൃദയങ്ങളിൽ വിറങ്ങൽ കൊള്ളുകയായിരുന്നു. ഇതൊക്കെ നിർവഹിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പിടക്കുകയായിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചാടി ഹൃദയത്തു അല്ലാഹുവിന്റെ ദൂതനോട് ചോദിച്ചു, അഹുവല്ലദീ യുസ്നി വയുസ്രി വയുശ്രിബുൽ ഖംർ, എന്റെ റസൂലേ, അവർ വ്യഭിചാരികളായിരുന്നു, അവർ വ്യഭിചാരം ചെയ്തവരായിരുന്നു, അവർ മോഷ്ടാക്കളായിരുന്നു, മദ്യപാനികളായിരുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും ദുർബലമായ നിമിഷത്തിൽ അവർ ചെയ്ത വ്യഭിചാരം ഓർത്തിട്ടാണോ ഈദിന്റെ മുസല്ലയിൽ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒക്കെ കൊടുത്തിട്ടും ഹൃദയങ്ങൾ വിറച്ചുപോയത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബനത സിദ്ദീഖ്, ഏ സിദ്ദീഖിന്റെ മോളെ, തൊട്ടുമല്ല, അവർ മദ്യപിച്ചവരല്ല, അവരെ വ്യഭിചരിച്ചവരല്ല, ലാ യസൂമു വയുസല്ലി വയതസദ്ദഖ്, അവർ നമസ്കരിച്ചവരാണ്, അവർ നോമ്പെടുത്തവരാണ്, അവർ ധർമ്മം ചെയ്തവരാണ്. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ വിറങ്ങൽ കൊള്ളാനുള്ള കാരണം അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമോ ഇല്ലേ എന്നൊരു ഭയമായിരുന്നു അവരെ മനസ്സിൽ തലം കെട്ടിരുന്നത്. അവരെ ഹൃദയങ്ങളെ വിറപ്പിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, സന്തോഷത്തോടെ ആനന്ദിക്കാൻ വേണ്ടി പുത്തനുടുപ്പണിഞ്ഞ് ഈ മുസല്ലയിലേക്ക് പള്ളിയിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തർക്കും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഉണ്ടായ സന്തോഷം
ഇപ്പോഴും ഉണ്ടാകണോ, അത് ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു ആശങ്ക സഹാബത്തിനുണ്ടായിരുന്നു. എന്റെ നിങ്ങളുടെ മനസ്സിൽ ആ ആശങ്കയുണ്ടോ? ഈ ഇരിക്കുന്ന സമയത്ത് മനസ്സിലൊരു പേടി, പടച്ചവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ, അല്ലാഹു കബൂൽ ചെയ്യുമോ എന്നൊരു ഭയം, ആശങ്ക, അത് വിശ്വാസിക്കൊണ്ടാവണം. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ വചനമാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്, മുത്തഖികളിൽ നിന്ന് മാത്രമേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു മുത്തഖികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ വരവേറ്റ പാതിരാ സമയങ്ങളിൽ 2:30 മണിക്കും 3 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റ് സുദീർഘമായി സുജൂദും റുകൂഉം ഖിയാമും നിർവഹിച്ച് ജീവിതത്തെ ധന്യമാക്കിയവർക്ക് ആ കർമ്മങ്ങൾ സ്വീകരിക്കാൻ, ആ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ല എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? നിരന്തരമായ പ്രാർത്ഥനകളോടെ ഈദ് മുസല്ലയിൽ നാം ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ മഹാന്മാരായ സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ആശയമുണ്ട്. ഒരാളൊരു ഹസനത്ത്, ഒരു നന്മ പ്രവർത്തിച്ചു, ഒരു സുഹൃത്തം ചെയ്തു, സുദീർഘമായ മാസക്കാലം നീണ്ടു നിന്ന വിശാലമായ ധന്യമായ സുഹൃത്തം, അതിനുശേഷം അതിനെ പിന്തുടർന്നു, അതിന്റെ പിന്നാലെയും സുഹൃത്തം ചെയ്തു, ആ സുഹൃത്തം അവസാനിച്ചതിനു ശേഷം അതാണ് ആദ്യം ചെയ്ത ഒന്നാമത്തെ സുഹൃത്തം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നതിന്റെ ഒന്നാമത്തെ അടയാളം അതാണ്. ആ സുഹൃത്തം അവസാനിച്ചിട്ടില്ല. ആ സുഹൃത്തത്തിന് ശേഷം വീണ്ടും സുഹൃത്തത്തെ കൊണ്ട്, നന്മകളെ കൊണ്ട് തുറത്തുക എന്നതാണ് കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ ആദ്യത്തെ അടയാളം. സഹോദരങ്ങളെ, ഈദ് മുസല്ലയിൽ എന്റെയും നിങ്ങളുടെയും തീരുമാനം എന്താണ് തീരുമാനം? വീടിന്റെ ഏതായാലും നടന്നെത്താൻ പറ്റുന്ന ദൂരത്തെ പള്ളി എന്നവർ സ്വന്തമായി വാഹനം ഉണ്ടായിട്ട് 2-3-4 കിലോമീറ്റർ സ്വന്തമായ സ്വന്തം വാഹനത്തിൽ സഞ്ചരിച്ചാൽ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഫജ്റിന്റെ ജമാഅത്തിനെത്താൻ കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? റമദാനിന് ഫജ്റിന്റെ ജമാഅത്തിന് മുൻനിർത്തിയ ആളുകൾ ഇനി വരുന്ന ബാക്കി 12 മാസവും എന്താണ് നമ്മുടെ തീരുമാനം? റമദാനിന് മുമ്പത്തതുപോലെ വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ ജമാഅത്തായി നമസ്കരിക്കാനുള്ള തീരുമാനമാണോ? എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന ശക്തമായ ആശയങ്ങൾ ഉണ്ടാകണം, പേടി ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ. സുഹൃത്തം കൊണ്ട് തുറത്താൻ നമുക്ക് സാധിക്കാം. അതുപോലെ നാം നിർത്തിവെച്ച പലതും റമദാനിന്റെ പൊന്നമ്മമാനത്ത് തെളിഞ്ഞു വന്നപ്പോ, റമദാനിലേക്ക് പ്രവേശിച്ചപ്പോ നമ്മൾ ആസ്വദിച്ചിരുന്ന തെറ്റാണെന്ന് അറിഞ്ഞിരുന്നിട്ടും തിന്മയാണെന്ന് അറിഞ്ഞിരുന്നിട്ടും സാഹചര്യങ്ങൾ കഴിവപ്പെട്ട് കൂട്ടുകെട്ടിന്റെ കൂടെ കൂടി സകല തിന്മകൾ നാം ചെയ്തിരുന്നല്ലോ. റമദാനായപ്പോ ഇല്ല, ഞാനില്ല, ഞാൻ ആ പാട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, ആ മ്യൂസിക് എനിക്ക് വേണ്ട, ഞാൻ ആ കൂട്ടുകാരന്റെ കൂടെ പോകുന്നില്ല, ഇനി ഞാൻ കാണില്ല, റമദാൻ അവസാനിക്കുന്നത് വരെ അശ്ലീലം ഞാൻ കാണില്ല എന്ന് തീരുമാനിച്ച് കൃത്യമായി ജമാഅത്തിന് 5 നേരം ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചു. എന്നിട്ട് പരിശുദ്ധ റമദാൻ അവസാനിപ്പിച്ച് ശവ്വാലിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ തീരുമാനം? സ്വാതന്ത്ര്യം കിട്ടാൻ കാത്തു നിൽക്കുക. പലരും ശവ്വാലപ്പടി കാണാൻ നിയന്ത്രണമെന്ന് ഒഴിവായി കിട്ടാൻ കാത്തു നിൽക്കുന്നു. എന്തിനായിരുന്നു എനിക്ക് നമുക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നത്? ഭക്ഷണം, അല്ലെ? നോമ്പ് ഭക്ഷണത്തിന്റെ നിയന്ത്രണമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചത് എന്നായിരുന്നു? ഏത് മാസമാണ് ഏറ്റവും നല്ല പുഷ്ടിയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചത്? റമദാനിലല്ലേ? നമ്മൾക്കറിയാം അല്ലെ? ഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണം കഴിച്ചു, നമ്മൾ വയറ് നിറച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. പിന്നെ എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ പോയത്? നിർത്തിവെച്ച ഹറാമുകൾ, നമ്മെ തടഞ്ഞു നിർത്തിയ തിന്മകൾ, അതിനായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നത്.
അതിന്റെ സ്വാതന്ത്ര്യമായിട്ടാണ് പലരും പെരുന്നാളിനെ ആഘോഷിക്കുന്നത്. ഒരു മാസക്കാലം കൊണ്ട് പഴുതുണ്ടാക്കിയ സൽക്കർമ്മങ്ങളുടെ കൊട്ടാരങ്ങളെ ഒരൊറ്റ ശബ്ദം കൊണ്ട് പൊട്ടിച്ചു നിൽക്കുന്നവരുണ്ട്. പടക്കം കൊണ്ട് പരിശുദ്ധ റമദാനിൽ ചെയ്ത കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്നത്. ചൊവ്വാലിന്റെ അന്ന് തന്നെ ഹറാമായ വേഷം ധരിച്ച് നിരത്തുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. പരിശുദ്ധ റമദാനിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നതിന് ഒരു സംശയവുമില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് തീർത്താൻ പറ്റണം. നമ്മളെ കൂടെ നടന്ന് തോളിൽ കൈയിട്ട് കൂട്ടുകാരനായി ചമന്ന് കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ആഹ്ലാദിക്കാനും ആനന്ദിക്കാനൊക്കെ പരിശുദ്ധ ദീൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു വിലക്കുമില്ല. ഇസ്ലാം അനുവദിച്ച മാർഗത്തിൽ പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ആനന്ദം പഠിപ്പിച്ചതാണ്. പരിശുദ്ധ റമദാനിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? ഈ റമദാനെ ഉൾക്കൊള്ളാനുള്ള, റമദാനിനെ ധന്യമാക്കാനുള്ള ഹിദായത്ത് നിങ്ങൾക്ക് തന്നില്ലേ? അതിന് അല്ലാഹുവിനെ പുകഴ്ത്താൻ ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ അലങ്കാരം, ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സയ്യിനു അഅയാദകും, നിങ്ങളുടെ ആഘോഷങ്ങളെ നിങ്ങൾ അലങ്കാരമാക്കണം. മുത്തലുടുപ്പൊക്കെ ധരിച്ച് തീവ് പൂശി, അത്തറ പൂശി, ചുവന്ന പൂശി മനോഹരമാക്കിക്കൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുവാണ്. ഒക്കെ സുന്നത്താണ്, പെരുന്നാളിന്റെ സുന്നത്താണ്. പക്ഷേ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, സയ്യിനു അഅയാദകും ബിത്തക്ബീർ, തക്ബീർ കൊണ്ട് മുഖരിതമാക്കണം. നമ്മുടെ അധരങ്ങൾ കൊണ്ട് തക്ബീറുകൾ വിട്ടുകൊണ്ടിരിക്കുന്ന ആഘോഷത്തിന് വലിയൊരു പൊരുളുണ്ട്. തക്ബീറിന് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കുന്ന മന്ത്രം. സഹോദരങ്ങളെ, കേവലം പെരുന്നാളിൽ പറയാനുള്ള ദിക്റല്ല, തക്ബീറല്ല, ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. റമദാൻ അവസാനിപ്പിച്ച് റമദാനിനെ ധന്യമാക്കി ശവ്വാലിലേക്ക് കിടക്കുമ്പോ ഞാനിതാ പഴയ മനുഷ്യനല്ല, ഞാൻ പഴയ ആളല്ല, ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കുന്നു. ഞാനൊരു പുതിയ ജീവിതമാണ് നയിക്കുന്നത്. അതിന്റെ മുദ്രാവാക്യം, അതിന്റെ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. എനിക്ക് വലുത് അല്ലാഹുവാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കാണ്. എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ ഭാര്യയെക്കാൾ, ഭർത്താവിനേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ കൂട്ടുകെട്ടിനേക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, സൗകര്യങ്ങളെക്കാൾ, എന്റെ കച്ചവടത്തെക്കാൾ, എന്റെ ജോലിയേക്കാൾ ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല. ദൈനംദിന ജീവിതം ഒരു വിശ്വാസി തുടങ്ങേണ്ടത് ഈ ശബ്ദം കേട്ടുകൊണ്ടാണ്, ഇതൊക്കെ വീട് കേട്ടുകൊണ്ടാണ്. ഫജ്റിന്റെ ബാങ്കിന് മുമ്പേ അത് കേൾക്കാൻ എഴുന്നേറ്റിരിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ബാങ്ക് കേൾക്കണം, അല്ലാഹു അക്ബർ. സത്യവിശ്വാസിയുടെ പ്രമാണത്തിൽ ആദ്യമായി അവന്റെ കാലുകൾ അലയടിക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന ശബ്ദമായിരിക്കണം. അല്ലാഹുവാണ് എനിക്ക് വലുത്. 6 തവണ ബാങ്കിൽ ആവർത്തിക്കുന്നു. വീണ്ടും നമസ്കാരം ആരംഭിക്കുമ്പോ 4 തവണ വീണ്ടും ആവർത്തിക്കുന്നു അല്ലാഹു അക്ബർ. നമസ്കാരം ശരിയാകണമെങ്കിൽ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഇത് ചൊല്ലണം അല്ലാഹു അക്ബർ. അവസാനിക്കുന്നത് വരെ ഉടനീളം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാഹു അക്ബർ. നമസ്കാരം അവസാനിച്ചാൽ ആവർത്തിച്ച് 33 തവണ വീണ്ടും ചൊല്ലണം അല്ലാഹു അക്ബർ. രാത്രി ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടത്, ഉറങ്ങാൻ കിടക്കേണ്ടത് പോലും അല്ലാഹു അക്ബർ എന്ന് 34 തവണ ഉരുവിട്ടുകൊണ്ടാണെന്ന് പഠിപ്പിച്ചു. കേവല മന്ത്രമല്ല. ഞാൻ എന്റെ രക്ഷിതാവിനോട്, ഞാൻ എന്റെ റബ്ബിനോടുള്ള പ്രഖ്യാപനം ഒന്നാമത്തെ അല്ലാഹു അക്ബർ. അല്ലാഹുവേ, ഞാനിതാ പ്രഖ്യാപിച്ചു, എനിക്കിനി ഒന്നുമില്ല, എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത്. രണ്ടാമത്തെ പ്രഖ്യാപനം എന്റെ സ്വന്തത്തോട്, ഞാൻ പഴയ ആളല്ല, ഞാൻ പ്രഖ്യാപിച്ചവരാണ് അല്ലാഹു അക്ബർ. ഇനി എന്റെ ജീവിതത്തിൽ മനസ്സ് നിന്റെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല, എന്റെ റബ്ബിന്റെ ആഗ്രഹങ്ങൾക്കാണ് സ്ഥാനം അല്ലാഹു അക്ബർ. സമൂഹമേ, ഞാനിതാ തിരുത്തിയിരിക്കുന്നു, എനിക്ക് വലുത് അല്ലാഹുവാണ്, നിങ്ങൾ ആരുമല്ല. ഇതൊക്കെ പടച്ച റബ്ബിനോടും സംഘത്തോടും സമൂഹത്തോടുള്ള പ്രഖ്യാപനമാണ് ഈ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പെരുന്നാളിൽ അദ്ദേഹത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്
ഇതുപോലെ സദസ്സിൽ സംസാരിച്ചൊരു സംസാരമുണ്ട്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സുംതും ബില്ലാഹി തലാത്തിന യൗമ, അല്ലാഹുവിന് വേണ്ടി 30 നോമ്പെടുത്തു. വഖുംതും ബില്ലാഹി തലാത്തിന ലൈല, അല്ലാഹുവിന് വേണ്ടി 30 രാത്രി നമസ്കരിച്ചു. വഖറജ്തുൽ യൗം തത്ലുബൂന മിനല്ലാഹി അൻ യതഖബ്ബല മിൻഹും, നിങ്ങളിൽ നിന്ന് അല്ലാഹു കർമ്മങ്ങളെ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ മുസല്ലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഈ സദസ്സിന്റെ മഹത്വത്തെ കുറിച്ച്? നിങ്ങൾക്കറിയുമോ ഈ ദിവസത്തിന്റെ മഹത്വം? നിങ്ങൾ അറിയുമോ? അല്ലാഹു റബ്ബുൽ ആലമീൻ നേർക്കുനേരെ അഭിസംബോധന ചെയ്യുന്ന സദസ്സാണ്. നേർക്കുനേരെ സംസാരിക്കുന്ന മഹനീയമായ സദസ്സിലാണ് ഞാൻ നിങ്ങളുള്ളത്. പടച്ചറബ് മലക്കുകൾ ഈദുൽ ഫിത്റിന്റെ അമ്പലമാനത്തും ദർശിച്ചത് മുതൽ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ വഴിമുക്കുകളിലും ഊടുവഴികളിലും ഇറുക്കുവഴികളിൽ പോലും മലക്കുകൾ അവിടെ പോയി സന്നിഹിതരാകും. അവിടെ നിൽക്കും. വഴിയുടെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ മലക്കുകൾ ചെന്ന് നിൽക്കും. എന്നിട്ട് വിളിക്കും, ഈ ഉമ്മത്തിനെ വിളിക്കും, യാ ഉമ്മത മുഹമ്മദ്, യാ മുഹമ്മദിന്റെ സമുദായമേ, ഉഖ്റുജൂ ഇലാ റബ്ബിൽ കരീം യുഅ്തിൽ ജസീൽ വയഗ്ഫിറു ദംബൽ അദീം. മാന്യനായ ഉദാരനായ റബ്ബിലേക്ക് നിങ്ങൾ പോകൂ. നന്നായി നൽകുന്ന സമ്മാനം കൊടുക്കുന്ന റബ്ബിലേക്ക് പോകൂ. പാവങ്ങൾ പുറത്തു കൊടുക്കുന്ന മഹാനായ റബ്ബിലേക്ക് നിങ്ങൾ പുറപ്പെടൂ എന്നാ മലക്കുകൾ വിളിച്ചു പറയും. അങ്ങനെ മുസല്ലയിലേക്ക് വരുത്തിയാൽ ആ മുസല്ലയിൽ ഈ നമസ്കാരം കഴിഞ്ഞ് ആ ഈ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ഖുതുബ അവസാനിച്ചപ്പോഴും അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മലക്കുകളോട് ചോദിക്കുമത്രേ, യാ മലായികതി മാ ജസാഉൽ അജീർ ഇദാ അമില അമല, കർമ്മങ്ങൾ പ്രവർത്തിച്ചവന്റെ എന്ത് കൂലിയാണ് കൊടുക്കേണ്ടത് മലക്കുകളെ എന്നാ മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്ന വല്ലാത്ത സന്ദർഭം. ഫയഖൂലൂൻ ഇലാ ഹുനാ സയ്യിദുനാ അൻ തുവഫിയഹു അജ്റഹു, അൻ തുവഫിയഹു അജ്റഹു, അവരുടെ കൂലി പൂർത്തിയാക്കി കൊടുക്കണേ നാഥാ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയുമത്രേ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. നിങ്ങൾ സാക്ഷി മലക്കുകളെ, അന്നീ ഖദ് ജഅൽതു ഖവാറഹും മിൻ സിയാമിഹിം വഖിയാമിഹിം റിദായ വമഗ്ഫിറതി, അവരുടെ നോമ്പിനും അവരുടെ രാത്രി നമസ്കാരത്തിനും പ്രതിഫലമായിട്ട് ഞാൻ നൽകുന്നത് റിദായ, എന്റെ തൃപ്തിയാണ്, എന്റെ പൊരുത്തമാണ്, എന്റെ മഗ്ഫിറത്താണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പിന്നീടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് വരുന്നൊരു വാചകമുണ്ട്. വഇസ്സതി വജലാലി, എന്റെ പ്രതാപവും എന്റെ മഹത്വവും തന്നെയാണ് സത്യം. ലാ തസ്അലൂനി അൽയൗമ ശൈഅൻ ഫീ ജംഇകും ഹാദാ, ഈ കൂട്ടത്തിൽ വെച്ച്, ഈ മുസല്ലയിൽ വെച്ച് ആളുകൾക്ക് ഞാൻ അവരെന്നോട് ഒന്നും തന്നെ ചോദിക്കുകയില്ല. ലാ തസ്അലൂനി അൽയൗമ ശൈഅ, ഇന്നവരൊന്നും തന്നെ ചോദിക്കുകയില്ല. അവരുടെ ആഖിറത്തിന് വേണ്ടി, അവരുടെ പരലോകത്തേക്ക് വേണ്ടി, ഇല്ലാ അഅതൈതുഹു, അവർക്കത് നൽകപ്പെട്ടിട്ടല്ലാതെ. രണ്ടാമത്തെ കാര്യം അവരുടെ ദുനിയാവിന്റെ കാര്യം ഇല്ലാ നദഖ്ലഹും, അല്ലാഹു അവർക്ക് പകരം നൽകിയിട്ടില്ല. രണ്ട് സംഗതികൾ ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പേ പടച്ചറബിലേക്ക് ഉയർന്ന കരങ്ങൾ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാതിരിക്കില്ല എന്ന് അല്ലാഹു നേർക്കുനേരെ വാഗ്ദത്തം ചെയ്ത മഹത്തായ സദസ്സ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യതകളുണ്ട്. നിങ്ങൾക്കറിയാത്ത, എന്റെ ഭാര്യക്കറിയാത്ത, എന്റെ മാതാപിതാക്കൾക്കറിയാത്ത, എന്റെ മക്കൾക്കറിയാത്ത സ്വകാര്യതകളുണ്ട്. നിങ്ങൾക്കിന്റെ നിങ്ങളുടേതായ സ്വകാര്യതകൾ നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനും മാത്രം അറിയുന്ന ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ പടച്ച റബ്ബ് മാത്രം അറിയുന്ന ഒരുപാട് സ്വകാര്യതകളുണ്ട്. രഹസ്യങ്ങളെ ചൂണ്ടെടുത്ത പുറത്തേക്ക് നാൾ പടച്ചറപ്പ് പുറത്തു കൊണ്ടുവരുമ്പോൾ ലോകം അപ്പോൾ മാത്രം അറിയുന്ന ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് സ്വകാര്യതകൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. സഹോദരങ്ങളെ, ആ രഹസ്യങ്ങൾ, ആ സ്വകാര്യതകളിൽ വന്ന വീട്ടുകൾ, ലൈംഗികമായ രംഗത്തുണ്ടായ പരാജയങ്ങളും തിന്മകളും, ഒരുപക്ഷെ സാമ്പത്തിക രംഗത്തുള്ള ഇടപാടുകൾ എന്നതായ
വീട്ടുകാരായിരിക്കാം, അതല്ലെങ്കിൽ സ്വഭാവരംഗത്തുള്ള വീട്ടുകാരായിരിക്കാം. ആ സ്വകാര്യതകളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പിന്റെ വെക്കേണ്ട വല്ലാത്തൊരു സദസ്സാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ പാവങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്തിനാണ് ഈ മുസല്ലയിൽ അല്ലാഹു ഇന്ന് കൂടിയിരിക്കാൻ പറഞ്ഞത്? ആർത്തവകാരികളും കൂടാരത്തിലുള്ളവരും കന്യക കുട്ടികളും വിവാഹപ്രായമെത്തിയവരൊക്കെ വീട്ടിലിരിക്കരുത്. ശുദ്ധിയില്ലാത്തവര് പോലും ഈ മുസല്ലയിലേക്ക് വരണമെന്ന് എന്തിനാണ് റസൂൽ പറഞ്ഞത്? കൂടിയിരിക്കാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയിൽ ചേരണം, പ്രാർത്ഥനകളിൽ പങ്കുചേരണം, കൂടെയിരിക്കണം. കാലും കാലും ചേർത്ത് തോളും തോളും ചേർത്ത് കൂടിയിരിക്കാൻ പറഞ്ഞത് ബന്ധങ്ങളെ സുദൃഢമാക്കാൻ തന്നെയാണ്. ബന്ധങ്ങളെ സുദൃഢമാക്കാൻ തന്നെയാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കുക. ഇവിടെ നമ്മളെ കാലുകൾ ചേർത്ത് വെച്ച് നമസ്കരിച്ചില്ലേ? തോളം തോളം ചേർത്ത് നിന്നുകൊണ്ട് നമസ്കരിച്ചില്ലേ? ആ നമസ്കരിക്കുന്ന സമയത്തും ഹൃദയങ്ങൾക്കുള്ളിലെവിടെയോ ഒളിഞ്ഞിരിക്കുന്ന പകയും വെറുപ്പും വിദ്വേഷവുമായിട്ടാണോ ആ കാലുകളെ ചേർത്ത് വെച്ചത്, ആ തോളുകളെ ചേർത്ത് വെച്ചത്? ആലോചിക്കണം. ബന്ധങ്ങൾ സുദൃഢമാക്കാനുള്ള ദിവസമാണ്. ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർക്ക് സുഖമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപജീവനം വിശാലമാകട്ടെ. ആയുസ് കുറെ കാലം റമദാൻ ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിക്കണമെന്ന് ആശയില്ലേ എങ്കിൽ ബന്ധങ്ങളെ ചേർത്തുകൊള്ളട്ടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എന്നിട്ടും ഉപ്പയോട് ജന്മം നൽകിയ പിതാവിനോട് മിണ്ടാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് നോക്കാണ് സഹോദരങ്ങളെ നമ്മൾ നോക്കിയത്? സ്വന്തം മാതാവിനെ സ്നേഹിക്കാത്ത, മാതാവിനെ പരിഗണിക്കാത്ത മക്കളെ സദസ്സിലുണ്ടെങ്കിൽ ഏത് നോമ്പാണ് നാം നോക്കിയത്? ഏത് നമസ്കാരമാണ് നാം നിർവഹിച്ചത്? നമുക്ക് ഇത് ആഘോഷിക്കാൻ അവകാശമുണ്ടോ? ഗൗരവത്തിൽ ആലോചിക്കണം. സഹോദരങ്ങളെ, നമുക്കറിയോ, മാതാപിതാക്കളെ തെരുവുകളിൽ ഇറക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് വന്ന ഒരു വാർത്ത നമുക്കറിയോ? മാതാപിതാക്കളെ, പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി, വീട് കൂട്ടി അവർ ഉല്ലാസയാത്രക്ക് പോവാണ് മക്കളെ. ഉമ്മയും വൃദ്ധയായ ഉമ്മയും വീട്ടിന്റെ പുറത്താണ്. പക്ഷേ കോമ്പൗണ്ടിനുള്ളിലാണ്. ഗേറ്റ് പുറത്തും കൂട്ടി. വീടിന്റെ പുറത്തും കോമ്പൗണ്ടിന്റെ അടുത്തുമായിട്ട് ഉല്ലാസയാത്രക്ക് പോയ മലയാളി ദമ്പതികളെ കുറിച്ച് 2 വർഷം മുമ്പ് നമുക്ക് പത്രം മനസ്സിലായി. നമ്മുടെ കേരളക്കരയിലാണ്. അങ്ങനൊരു സമൂഹം ജീവിക്കുന്ന ഒരു കാലത്ത് നമുക്കില്ല. മാത്രമല്ല, എടുത്തുകൊണ്ടൊരു വാർത്ത, പ്രായമായ ഉമ്മയെ ഒരു ചാക്ക് കെട്ടി കവലയിൽ ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടുപോയി വെച്ച മുസ്ലിം നാമധാരിയായ ഒരു മകൻ, മുസ്ലിം പേരുള്ള ഒരു മകൻ സ്വന്തം ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് പുറത്താക്കി. ഉമ്മാനെ സഹിക്കാൻ പറ്റൂല, ഉമ്മാനെ ഇനി കൊള്ളാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങാടിയും തെരുവിലേക്കും ഇറക്കി വിടുന്ന മക്കളുടെ കാര്യം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കാസർഗോഡിന്റെ അടുത്തുള്ള പ്രദേശമായ കുമ്പളയിൽ സ്വന്തം മാതാവിന്റെ പള്ളിയിലേക്ക് ചവിട്ടി കൊന്നുകഴിഞ്ഞ മകൻ കാസർഗോഡ് സബ് ജയിലിൽ അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുണ്ട്. മാതാവ് ആലോചിക്കണം. ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയോട് സംതൃപ്തിയോട് കൂടിയാണോ ഞാനും നിങ്ങളും ഇറങ്ങിപ്പോകുന്നത്? ആലോചിക്കണം. ഇല്ല എങ്കിൽ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ ഉമ്മാനെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈദ്ഗാഹിൽ നിന്ന്, ഈ മുസല്ലയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു പരിഗണിച്ചിട്ടില്ല. നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടും കരുണയുള്ളത് കൊണ്ടും അവർക്ക് ദീനുള്ളത് കൊണ്ടും ശപിച്ച് പ്രാർത്ഥിക്കൂല ഉപ്പയും ഉമ്മയും. പക്ഷേ അവിടെ ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു നെടുവീർപ്പില്ലേ, അത് പടച്ചറപ്പിലേക്ക് ഉയർന്നാൽ നമ്മുടെ നാശത്തിന് അത് മതി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ഉമ്മയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഉമ്മയെ തിരിച്ചറിയണം. ആ ഉമ്മ നമുക്ക് നൽകിയ സ്നേഹവും ലാളനയും സംരക്ഷണയും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പടച്ചറപ്പ് പറഞ്ഞത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ നാഥാ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല, പടച്ചോൻ കൊടുക്കണം. അവർ ചെയ്ത കരുണ നമ്മളെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. മഹാനായ ഇബ്നു അല്ലാഹു കണ്ടിലൊരു രംഗം, തവാഫ്, ഹജ്ജിന്റെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പറ്റാത്ത പ്രായം ചെന്ന മാതാവിനെ തോളിലേറ്റി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തവാഫ് അവസാനിപ്പിച്ച ശേഷം ചോദിച്ചു,
ഇതെന്റെ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിക്കാനാണ്, ഉമ്മയെ തൊഴിലേക്ക് ഞാൻ ഹജ്ജ് ചെയ്തത്, തവാഫ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ 9 മാസം 14 ദിവസം പള്ളിയിൽ കിടന്നില്ലേ? ആ പള്ളിയിൽ കിടന്നപ്പോ ഒരുപാട് വിശ്വാസങ്ങൾ, ദീർഘശ്വാസങ്ങൾ വെച്ചിരുന്നു. അതിലൊന്ന് ഒരു സഫ്രത്തിന് പകരമായിട്ടില്ല നീ ചെയ്തത് എന്നാണ് മഹാനായി ഇബ്നു പറഞ്ഞില്ലാഹു വിശദീകരിച്ചു കൊടുത്തത്. സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം ഈ പെരുന്നാളിന് മാതാവിനോടുള്ള ബന്ധത്തെ നന്നാക്കാൻ നമുക്ക് സാധിക്കണം. എഴുന്നേറ്റ് പോകുമ്പോ ഉമ്മ സന്തോഷിക്കുന്ന മക്കളാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യ ഭർത്താക്കന്മാരില്ലേ, കൂട്ടുകുടുംബങ്ങളില്ലേ, അടുത്ത ബന്ധുക്കളില്ലേ, ഭാര്യന്റെ കുടുംബക്കാരില്ലേ, ഭർത്താവിന്റെ കുടുംബക്കാരില്ലേ, ഈ ബന്ധങ്ങളെല്ലാം നിറം മങ്ങിയതാണോ, കണ്ണി ഒളിഞ്ഞു പോയതാണോ പരിശോധിക്കണം. തിരുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര ഭാര്യയായ മഹദിയായ നമ്മുടെ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമ്പത്തിക സഹായം നൽകി ചെലവുകൾക്ക് പോറ്റുന്ന ആ സഹാബിയാണ് ഈ ഇതിന് ചുക്കാൻ പിടിച്ചത്. സ്വന്തം മകളെ കുറിച്ച് അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരാരോപണം ഏറ്റവും വലിയ അപവാദം നടത്തിയ ആ സഹാബിക്ക് ഞാൻ ഇന്നു മുതൽ ചെലവിന് കൊടുക്കൂലാന്ന് തീരുമാനിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിറക്കി പഠിപ്പിച്ചു, അലാ തുഹിബ്ബൂൻ അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് ആശയില്ലേ? നിങ്ങളുടെ സ്വകാര്യതകൾ റബ്ബിനും നിങ്ങൾക്ക് മാത്രം അറിയുന്ന നിങ്ങളുടെ സ്വകാര്യതകളില്ലേ, അത് നിങ്ങൾക്ക് അല്ലാഹു മറച്ചു വെച്ച് മാപ്പ് ചെയ്യണമെന്ന് ആശയില്ലേ? എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം. ആ പുറത്തു കൊടുക്കാനുള്ള വേദിയാണ്, ആ പുറത്തു കൊടുക്കാനുള്ള സദസ്സാണ് ഈ പരിശുദ്ധമായ ഈദുൽ ഫിത്റിന്റെ ഈ മുസല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സമയം ഇനിയും ദീർഘിപ്പിക്കരുത്. നാം അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത് സുദൃഢമാക്കി അതിന്റെ നേട്ടവും അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ കഴിഞ്ഞ നോമ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്ത നമ്മുടെ വിശപ്പ് തന്നെയാണ്. വിശപ്പിന് നമുക്ക് മറക്കാൻ കഴിയില്ല, വിശക്കുന്നവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദീനിനെ വ്യാജമാക്കിയവരെ, കള്ളമാക്കിയവരെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ച് പരിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ കാണാതെ പഠിച്ച സൂറത്തിലെ അനാഥകളെ പരിഗണിക്കാത്തവർ, പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രേരണ പോലും നൽകാത്തവർ, അവർ ദീനിനെ കളവാക്കിയവരാണെന്ന് പറയുന്നു. സഹോദരങ്ങളെ, നമുക്ക് അവഗണിക്കാനാവില്ല. കഷ്ടപ്പെടുന്നവരെയും വിശപ്പ് സഹിക്കുന്നവരെയും മറന്നൊരു മനം നമുക്കില്ല. നമ്മുടെ ചുറ്റുപാടും അത്തരം ആളുകളുണ്ട്. ആ ആളുകളെ അല്ലാഹു തന്ന സമ്പത്ത് അവർക്ക് നൽകാൻ പറ്റിയ അവസരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഗൗരവത്തോടുകൂടി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും റസൂലുള്ളാഹി ഉപദേശിച്ചത് സദഖയുടെ കാര്യമായിരുന്നു. സമ്പത്ത് ഇരട്ടിയാകാൻ, അല്ലാഹു തന്ന എന്തും ഇരട്ടിയാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇരട്ടി സമ്പത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി, പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ പല മാർഗങ്ങളിലൂടെയും തട്ടിപ്പിനിരയാകുന്ന ആളുകൾക്ക് കൂടി വരുന്ന ഒരു കാലത്ത് നമ്മൾക്കുള്ള സമ്പത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പലതിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അവസാനം തട്ടി വഞ്ചിക്കപ്പെട്ടിട്ട് ലക്ഷങ്ങളുടെ കണക്കടിയിൽ പെട്ടുപോകുന്ന ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഓഫർ തന്നിരിക്കുന്നു. എവിടെയും ഒരു സത്യവിശ്വാസി സമ്പത്ത് ഇരട്ടിപ്പിക്കാൻ നിക്ഷേപകരെ പേര് നടക്കേണ്ടതില്ല. പടച്ചവർക്ക് ഓഫർ നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇരട്ടിപ്പിച്ചു തരാം. പടച്ചവന്റെ ഓഫർ എവിടെയും കൊണ്ടുപോയി കൊടുക്കണ്ട. അല്ലാഹു വർദ്ധിപ്പിച്ചു. ഒന്നിന് മിനിമം 700 അതിലും കൂട്ടിത്തരും. 2 മലക്കിനെ അയച്ചു. ഒരുപാട് കേട്ട ഹദീസാണ്. രാവിലെ 2 മലക്ക് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദയം ചെയ്തവർക്ക് നീ പകരം കൊടുക്കണേ, പടച്ചോൻ തരും. ഇരട്ടിപ്പിച്ചു. കൊടുക്കാത്തവർക്ക് നാശം നൽകണേ. ഇന്നും 2 മലക്കൾ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഏത് പ്രാർത്ഥനയാണ് നമ്മുടെ ആയുസ്സ് കരസ്ഥമാക്കിയത്? അല്ലാഹു നമുക്ക് പകരം നൽകും. അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് സഹോദരങ്ങളെ പലപ്പോഴും നമ്മളെ നോക്കിയിട്ട് പഞ്ഞിരിക്കുന്ന സന്ദർഭമുണ്ട്, കൊഞ്ഞനെ കൊത്തുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയോ, വയനാട്ടിലെ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ അവരുടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മോർച്ചറിക്കിടയിൽ അവർ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ആമാശയത്തിനറിയാൻ മണ്ണായിരുന്നു. പാലത്ത് മണ്ണിൽ കൃഷി ചെയ്തപ്പോ മണ്ണ് പാലിപ്പോയതല്ല,
വിശപ്പുണ്ടായപ്പോ തിന്നാനില്ലാത്തത് കൊണ്ട് പാഴ്ത്ത മണ്ണായിട്ട് വായിട്ട് ചവച്ചു തിന്നതാണ്. സഹോദരങ്ങളെ, തിരിച്ചറിയും. നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും ഓരോ ധാന്യമണിയും ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ഉണർത്തുന്നുണ്ട്, ഒരുപാട് വാചാലമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. തിരിച്ചറിയണം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം അറിയുമോ? ഒരു കുട്ടി, 12 വയസ്സായ ഒരു കുട്ടി മരത്തിന്റെ മുകളിൽ കയറി കായ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂലി പേര് ചെയ്ത് മക്കളെ പോറ്റിയിരുന്ന ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ വീട്ടിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് ഓടിയിലേക്ക് മരത്തിൽ കയറിയിട്ട് മരത്തിലെ കായ്കൾ മലനിർത്തുന്നതാണ് കുട്ടി. ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, എന്ത് ചെയ്യുകയാണ്? എനിക്ക് വിശപ്പോട്ട് ഞാൻ തിന്നാണ്, ഞാൻ ഇത് തിന്ന് എന്റെ വിശപ്പ് മാറ്റുകയാണ്. മോനെ, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ നിനക്ക് തരാം, നീ വാ. മോനെ ആ മരത്തിൽ നിന്ന് സന്തോഷത്തോടെ ആരംഭിക്കാൻ ചാടി ഇറങ്ങി ആ മനുഷ്യനിലേക്ക് ഓടി വരുന്നതിനിടയിൽ കല്ല് കാലിൽ തട്ടി അദ്ദേഹം തറയിലേക്ക് വീണ് തല, ആ കുട്ടി 12 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ വെച്ച് തലച്ചോറ് പുറത്തു വന്ന് ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു. സഹോദരങ്ങളെ, പടച്ചറപ്പിന്റെ മുമ്പിൽ 2 കൈയും കെട്ടി ഉത്തരം പറയുകയാണ്. ലോകരക്ഷിതാവിന്റെ മുമ്പിൽ 2 കൈയും കെട്ടി ഉത്തരം പറയുകയാണ്. അള്ളാഹു തന്ന സമ്പത്ത് പലരും പറയാറില്ലേ, കോടീശ്വരന്മാരായിട്ട് ഉണ്ടാക്കി, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി, വെറും കൈയോട് പോയി. ഒരു വിശ്വാസിക്ക് അങ്ങനെയില്ല. കോടീശ്വരനായിട്ടുണ്ടാക്കി ഒന്നുമില്ലാണ്ട് പോയി ഇല്ല. ഒരു വിശ്വാസി ഒരുപക്ഷെ ഒന്നും സമ്പാദിച്ചിട്ടുണ്ടാവില്ല, ഭൗതികമായ കണ്ടുകൊണ്ട് കണ്ടു പറയാൻ പറ്റുന്ന സമ്പാദ്യങ്ങളൊന്നും അവനെടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒന്നുമില്ലാത്തവരായി വന്നിട്ട് കോടീശ്വരന്മാരെയൊക്കെ മരിച്ചു പോകുന്ന മഹാന്മാരുണ്ട്. അള്ളാഹുവിന്റെ നീണ്ട മാർഗത്തിൽ ധർമ്മം ചെയ്ത സഹാബികളെ പോലെയുള്ളത് അവർ മത്സരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, തബൂക്കിലേക്ക് ആവശ്യപ്പെട്ട സംഭവം നിങ്ങൾക്കറിയില്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിലേക്ക് ഒരു തവണയെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാർക്ക് ഒന്ന് പറഞ്ഞ വാചകമല്ല, നബിയെ വീട്ടില് അല്ലാഹുവും റസൂലും ബാക്കിയാക്കി നബിയെ മത്സരിക്കുകയായിരുന്നു. എന്റെ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് വാശി പിടിച്ചു വന്ന ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴെങ്കിലും പരാജയപ്പെടുത്തുമെങ്കിൽ ഇന്ന് പരാജയപ്പെടുത്തുമെന്ന് തബൂക്കിന്റെ വണ്ടി വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ വിട്ടുകൊടുത്തില്ല, മത്സരിക്കുകയായിരുന്നു. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, തീരുമാനിക്കണം, ഇന്ന് തീരുമാനിക്കണം. ഈ മുസല്ലയിൽ വെച്ച് തീരുമാനിക്കണം. ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിന്റെ പല രംഗത്തും മാറ്റത്തിരുത്തലുകൾ നടത്താനുള്ള തീരുമാനം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു? നിങ്ങൾക്കറിയുമോ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ സഹിച്ച സഹാബിയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് വാദോരാ സംസാരിക്കുന്ന ഖബ്ബാബിന്റെ ചരിത്രം പറയുമ്പോൾ, കണ്ണുനീർ ഒലിപ്പിക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ, അദ്ദേഹം കുറെ കാലം ജീവിച്ചു. അദ്ദേഹത്തിന്റെ കഷ്ടതകൾക്കൊക്കെ ശേഷം ഒരുപാട് സ്വകാര്യഗ്രഹങ്ങൾക്ക് അദ്ദേഹത്തിന് കൈവന്നു. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് എന്റെ കൂടെ ധാരാളം സഹാബത്തുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട സഹാബത്ത്, എന്റെ കൂട്ടുകാരായ സഹാബത്തുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ സുഖാനന്ദങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പേ അവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അവർക്ക് ജീവിതത്തിന്റെ സുഖം കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ റബ്ബ് ഞാൻ സഹിച്ച കഷ്ടത്തിന്റെ കൂലി ഈ ലോകത്ത് വെച്ച് കണ്ടു നിൽക്കുകയാണോ എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തുകളെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് വീടിന്റെ മുറ്റത്തേക്ക് എത്തുന്നു. അദ്ദേഹം ഒരു ചാക്കിൽ കെട്ടി പുറത്തിടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചാക്കിൽ കെട്ടി പുറത്തിടാനുള്ള സമ്പാദ്യം മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് പുറത്തിട്ടിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം, സഹോദരങ്ങളെ, എന്റെ റബ്ബ് എനിക്ക് ആഖിറത്തിൽ തരാതെ ഈ ലോകത്ത് വെച്ച് എന്നെ തന്നു തീർക്കുകയാണോ? സഹോദരങ്ങളെ, ആലോചിക്കണേ. അമ്പലച്ചൊമ്പകളായി ഉയർന്നു നിൽക്കുന്ന സ്വന്തം വീടുകൾ നോക്കിയിട്ട്, പറമ്പ് നോക്കിയിട്ട്, കച്ചവട സ്ഥാപനം നോക്കിയിട്ട്, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന വാഹനങ്ങൾ നോക്കിയിട്ട് ഒരു തവണയെങ്കിലും എന്റെ റബ്ബ് ഈ ലോകത്ത് വെച്ച് എനിക്ക് തന്നതാണോ എന്നൊരു ചോദ്യം ചോദിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ആലോചിക്കണം. ആ സഹാബത്ത് പോയ സ്വർഗത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും പോകാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സ്ത്രീകളെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഗൗരവത്തോട് കൂടി വിളിച്ച ഒരു സമൂഹം, യാ മഅ്ശറൻ നിസാ, സ്ത്രീകളുടെ സമൂഹമേ, ഞാൻ നരകത്തിന്റെ വാതിലിന്റെ പക്കൽ പോയിരുന്നു. കുന്തു അലാ ബാബിന്ന, നരകത്തിന്റെ വാതിൽക്കൽ പോയിരുന്നപ്പോ ഞാൻ കണ്ട നരകക്കാരിൽ നരകത്തിന്റെ അഹലുകാരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നിങ്ങളായിരുന്നു. അതാ കൊണ്ടെങ്കിലും നരകത്തിൽ നീ സൂക്ഷിച്ചോ. സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഈദ് മുസല്ലയിൽ മിമ്പർ കെട്ടി ആ സ്ത്രീ സമൂഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സഹാബി വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്ത രംഗം സൂറത്തുൽ മുംതഹനയിലെ വചനം ഇങ്ങനെ ഓതി കൊടുത്തുകൊണ്ട് ആ പെണ്ണുങ്ങളാണോ നിങ്ങളെന്ന് ചോദിച്ചു. അവരെ ഉപദേശിച്ചു, വാഴ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊടുക്കി നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തർക്കം ചെയ്യലേ, അല്ലാഹുവുമായിട്ട് കരാറുണ്ടാക്കിയവരാണെങ്കിൽ, പ്രവാചകനുമായി ബൈഅത്ത് ചെയ്ത ഷഹാദത്ത് ഉച്ചരിച്ചവരാണെങ്കിൽ സദഖ ചെയ്യാൻ കഴിഞ്ഞു പോകില്ലേ. പണം കൊണ്ടുവരാത്തവരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അവരുടെ കാലുകളിൽ നിന്നും വിരലുകളിൽ നിന്നും മൂടിയിട്ട് ഈദ് മുസല്ലയിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാരുന്ന പിടിച്ചെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ കുപ്പായത്തെ വെട്ടിക്കളഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന സ്വർണ്ണ ആഭരണങ്ങൾ പോലും 30 ദിവസം നോമ്പനുഷ്ഠിച്ച, രാത്രി നമസ്കരിച്ച, ഉറക്കത്തെ മാറ്റിവെച്ച, കണ്ണുകളെ കരയിപ്പിച്ച ആ ഈമാനും ചങ്കൂറ്റവും സദഖയുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ കൊണ്ടോ ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് ഔദാര്യമായി തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങളുടെ ചെറിയൊരു ശതമാനം മാത്രമാവും ഈ ആഭരണങ്ങളൊക്കെ. ചെറിയൊരു ശതമാനം ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആഭരണങ്ങൾ ഇത് നാളെ പരലോകത്ത് നിങ്ങൾക്കെതിരായി നരകത്തിലിട്ട് പഴുപ്പിച്ച് നിങ്ങളുടെ ബാഹ്യഭാഗത്തും പാർശ്വഭാഗത്തും നെറ്റിയും പുറത്തും ഇസ്തിരിയിട്ട് തരുന്ന, പഴുപ്പിച്ചു തരുന്ന സമ്പത്താകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സദഖ ചെയ്യണം. ഈ സദസ്സിൽ വെച്ച് തീരുമാനിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആവശ്യമുണ്ട് സഹോദരങ്ങളെ, ആവശ്യമുണ്ട് നിങ്ങളുടെ ധനം. അല്ലാഹുവിന്റെ ദീനിന്റെ ദാവത്തിന് ആവശ്യമുണ്ട്, ദീനി സംരംഭങ്ങൾക്ക് ആവശ്യമുണ്ട്, പള്ളി പരിപാലനത്തിന് ആവശ്യമുണ്ട്, പള്ളി നിർമ്മിക്കാൻ ആവശ്യമുണ്ട്. ഒരു മുസല്ലയെങ്കിലും അതല്ലെങ്കിൽ ഒരു 5-10 മുസല്ലകൾ നൽകാൻ പറ്റുന്നവരുണ്ടാകും. അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒരു മുസല്ലക്ക് 8000-ന്റെയും 10,000-ന്റെയൊക്കെ ഒരു മുസല്ലക്കുള്ളൂ. തീരുമാനിക്കാം. നിങ്ങളുടെ 4-5 സ്ത്രീകൾ വിചാരിച്ച അവിടെ പള്ളി ഉയർന്നു വരും. അത്രമാത്രമേ ഉള്ളൂ. അത്രമാത്രം ആഭരണങ്ങൾ ജീവനില്ലാത്ത സമ്പത്തായിട്ട് ഉറങ്ങിക്കിടക്കുന്നില്ലേ നമ്മുടെ വീടുകളിലും നമ്മുടെ ശരീരാവയവങ്ങളിലും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹതിയായ സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്ന നാണയത്തുകളെ സുഗന്ധത്തിൽ വെക്കുന്ന, സുഗന്ധത്തിൽ വെച്ചിട്ട് സുഗന്ധം മണപ്പിച്ചുകൊണ്ടാണ് കൊടുക്കുക. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഫക്കീറിന്റെയും മിസ്കീനിന്റെയും കൈകളിൽ ഇട്ട് കൊടുക്കുന്ന നാണയത്തുകൾക്ക് സുഗന്ധം പൂശുന്നത്? അവരൊക്കെ മണത്തോട്ടെ വിചാരിച്ചിട്ടാണെന്നോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ എന്റെ ദിർഹമിനെ, എന്റെ ദീനാറിനെ വെച്ച് കൊടുക്കുന്നത് എന്റെ റബ്ബിന്റെ വലത്തെ കയ്യിലാണ്. എന്റെ റബ്ബിന്റെ വലത്തെ കയ്യിലാണ്. അത് ഞാൻ സുഗന്ധത്തോടുകൂടി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ കൊടുക്കുന്ന ഓരോ ധനവും ഓരോ സമ്പത്തും പടച്ച റബ്ബിന്റെ പടച്ചോട്ടന്റെ വലത്തെ കൈനീട്ടി സ്വീകരിക്കുന്ന അല്ലാഹുവിന്റെ വലത്തെ കൈയിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതെ, പടച്ചോൻ അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും. എങ്ങനെ സൂക്ഷിക്കലല്ല, പടച്ചോൻ വളർത്തും. എന്നിട്ട് പടച്ചോനെ പോറ്റി വളർത്തും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വന്തം മക്കളെ പോറ്റുന്നത് പോലെ, കാര്യങ്ങളെ പോറ്റുന്നത് പോലെ പോറ്റും. എന്നിട്ട് ജബൽ പർവ്വതമാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. സഹോദരിമാരെ, സാധിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കത്തിയാടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് നൽകിയതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം, ചങ്കൂറ്റം ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം റസൂലുള്ളാഹി ഗൗരവത്തോടുകൂടി പറഞ്ഞു, സ്ത്രീകളെ 8 കവാടങ്ങളുണ്ട് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള സൗഭാഗ്യം 4 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. വൻസല്ലത ഖംസഹാ വസാമത ശഹ്റഹാ വഅതാഅത റൗജഹാ ഖീല ലഹാ
മൻ സല്ലത ഖംസഹ, 5 നേരം നമസ്കരിക്കുന്ന കൃത്യമായി റമദാനിൽ മാത്രമല്ല റമദാൻ അവസാനിപ്പിച്ചതും നമസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ സമയം തെറ്റിക്കാതെ എല്ലാ ജോലികളും നിർത്തിവെച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചാൽ 3 വട്ടം നമസ്കാര സ്ഥലത്തേക്ക് പോകുന്ന പെണ്ണാണ് മൻ സല്ലത ഖംസഹ വസാമത ശഹ്റഹ. അവരുടെ മാസം റമദാനിൽ കൃത്യമായി നോമ്പ് നോറ്റുകൂട്ടുന്ന പെണ്ണ് ആ നോമ്പ് ബാക്കിയുള്ളത് അശ്രദ്ധമായിട്ട് നഷ്ടപ്പെടുത്തുന്നതല്ല, പല സ്ത്രീകളുടെയും അനാസ്ഥയാണ്. റമദാന്റെ നോമ്പത്ത് പോയിട്ടുണ്ടെങ്കിൽ റമദാന് നോക്കിയാൽ നോക്കി പിന്നെ നോക്കുന്നത് ഓർമ്മയിൽ ഉണ്ടാവില്ല, പറ്റൂല. നോമ്പിന്റെ കാര്യത്തിൽ കൃത്യമായി കണിഷ്ഠ പാലിക്കുന്ന പെണ്ണ്, അതുപോലെ തന്റെ ഇണയെ തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് 200 അടികളിട്ടുണ്ട്. ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവളോട് പറയും കേറിക്കോ, സ്വർഗത്തിൽ കേറിക്കോ, നിനക്ക് ഇഷ്ടമുള്ള വാതിലുകൾ സ്വർഗത്തിലേക്ക് കാണാം. ആ ഒരു സൗഭാഗ്യമുള്ള പെണ്ണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞ വിഷയം, സ്ത്രീകളെ കുറിച്ച് ഗൗരവത്തിൽ പറഞ്ഞ വിഷയം അവരുടെ വേഷവിധാനം തന്നെയാണ്. സ്വർഗത്തിന്റെ വർഷങ്ങളോളം ലോകത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധവും പരിമളവും പോലും നഷ്ടപ്പെടുത്തി കളയുന്ന അവരുടെ വേഷവിധാനം. പട്ടകത്തിന്റെ പൂജ പോലെ മുടിക്കെട്ട് തലയിൽ ഇങ്ങനെ പൊക്കി നിർത്തുന്ന സ്ത്രീകൾ, അതുപോലെ മാലിന്യത്തെ ഭൂമിയില ചാഞ്ഞു കുണുങ്ങിയും സംസാരിക്കുന്ന ആളുകൾ ആകർഷിക്കുന്ന വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്ന ചാഞ്ചാട്ടമുള്ള അങ്ങനെയുള്ള വശീകരിക്കുന്ന സ്വഭാവമുള്ള ആ സ്ത്രീകളിലെ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അലങ്കാരങ്ങൾ ഉപയോഗിച്ച് തെണ്ടി നടക്കുന്ന പൗടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്ത്രീകളിലെ സ്വർഗത്തിൽ കിടക്കൂല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഉണ്ടാവില്ല. തിരിച്ചറിയണം, നിങ്ങളുടെ വേഷം വസ്ത്രം നരകത്തിൽ നരകത്തെ കൊണ്ടുള്ള വസ്ത്രം ഉണ്ടാക്കേണ്ട വസ്ത്രമാണോ ഈ ലോകത്ത് ധരിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീയുടെയും പുരുഷന്റെയും നഗ്നത വെളിവാകുന്ന വസ്ത്രം, നഗ്നത വെളിവാകുന്ന വസ്ത്രത്തെ എന്താ നഗ്നത വെളിവാകുന്ന വെച്ചാല് മാരകവും ലൈംഗിക അവയവം മാത്രമല്ല, രഹസ്യ അവയവങ്ങൾ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിലുള്ള മുടി രഹസ്യാവയവമാണ്, അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റൂല. അവരുടെ കാല് രഹസ്യാവയവമാണ്, കഴുത്തിന്റെ ഭാഗം രഹസ്യാവയവമാണ്, കൈയിന്റെ മുഴങ്കൈവരയുടെ ഭാഗം ഒക്കെ രഹസ്യാവയവം തന്നെയാണ്. ഇതൊക്കെ അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിലക്കുവാകുന്നത് നോമ്പിലൂടെയും നമസ്കാരവും ഒക്കെ അവസാനിപ്പിച്ച് പെരുന്നാളിന്റെ വേഷമണിയുമ്പോ ഇത്തരം വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിലക്ക് വാങ്ങിയത് നരകത്തിലെ താരിന്റെ വസ്ത്രമാണെന്ന് തിരിച്ചറിയണം. സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, തിരിച്ചറിയണേ അല്ലാഹുവിന്റെ വാഗ്ദത്തം. 2 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചില്ലേ? 2 കാര്യങ്ങൾ. ഈ സദസ്സിൽ നിന്ന്, ഈ മുസല്ലയിൽ നിന്ന്, ഈ നമസ്കാര സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ആഹ്റത്തിലേക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകുമെന്ന് ഓഫർ ചെയ്ത ഈ സദസ്സിൽ സഹോദരന്മാരെ, നമുക്ക് ചോദിച്ചുകൂടെ? കണ്ണിൽ ഒരിത്തി കണ്ണീരെങ്കിലും അത് പ്രത്യേകിച്ച് ചാലിച്ചുകൊണ്ട് പടച്ചറപ്പിനോട് ചോദിച്ചുകൂടെ? ഈ സദസ്സിനെ ഒന്നാകെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൂടെ? നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ പടച്ചറപ്പിനോട് പ്രാർത്ഥിച്ചുകൂടെ? സഹോദരിമാരെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വല്ലാത്ത സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സൂര്യന്റെ താപം പോലും സഹിക്കാൻ പറ്റാത്ത ചൂട്, ആ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ 2-3 നിലയുള്ള വീടുകൾ എടുക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. സഹോദരിമാരെ, സഹോദരന്മാരെ, സ്വന്തം വാഹനത്തിൽ AC ഫിറ്റ് ചെയ്ത് ശീതളമായി യാത്ര ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളും. വീട്ടിൽ നിന്ന് പക്കപ്പാലത്തെ അടുപ്പിലെ തീക്കരങ്ങാനും നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ അതിന്റെ വേദന പോലും സഹിക്കാൻ പറ്റാത്തവരല്ലേ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ. ആ നരകത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും ഈ സമൂഹത്തെയും നീ രക്ഷപ്പെടുത്തണേ നാഥാ. ഈ മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നാഥാ കത്തിയാവുന്ന ഭീമാകാരമായ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ നാഥാ. അർഹമായ നാഥാ, ഈ ലോകത്തെ തീര് കുറഞ്ഞവരാണ് നാഥാ, അമല് കുറഞ്ഞവരാണ് നാഥാ, തത്വ കുറഞ്ഞവരാണ് നാഥാ. ഒരു മുട്ടുസൂചിയുടെ വേദന പോലും നിന്റെ ദീനിനു വേണ്ടി സഹിച്ചതായി അപ്പിനോട്
ദീനിനു വേണ്ടി ത്യാഗം ചെയ്തതിന്റെ ത്യാഗസ്മരണകളായി വെക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നാഥ. അർഹമായ നാഥ, ഞങ്ങൾ ദുർബലന്മാരാണ് നാഥ. ഞങ്ങൾക്ക് ഈ ഭഗവത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. എന്ന് പറയപ്പെടുന്ന ഭാഗ്യവാക്കാണ് ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. നാഥ, ഞങ്ങളിതാ നിന്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് ഒരു മാസം മുഴുവൻ നിനക്ക് വേണ്ടി പട്ടിണി കിടന്നു നാഥ. ദാഹം സഹിച്ചു നാഥ. വിവാഹം ചെയ്തുകൊണ്ട് ഭാര്യ പോലും ഞങ്ങളെ സമീപിക്കാതെ ആഗ്രഹങ്ങൾ അടക്കി നിർത്തി നാഥ. നിന്റെ വളർന്ന് ഞങ്ങൾ ദൈവത്തിലും കടലിനെ കാത്തിരുന്നു നാഥ. ഉറക്കമരിച്ചു ഞങ്ങൾ ഒരു ആത്മാരായണം ചെയ്തു നാഥ. ദീർഘമായി സുദീർഘമായി നമസ്കരിക്കുകയും സുദൂര് വർദ്ധിപ്പിക്കുകയും ചെയ്തു നാഥ. കബൂൽ ചെയ്യണേ നാഥ. സ്വീകരിക്കണേ നാഥ. ഈ റമദാൻ നിങ്ങൾക്ക് തന്നത് നിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ലഅല്ലകും തത്തഖൂൻ ലഅല്ലഹും യഹ്ശറൂൻ. സന്മാർഗ്ഗങ്ങൾ ആത്മമുള്ള തന്നെയുള്ള സത്യവിശ്വാസിയായി സന്മാർഗ്ഗത്തിലുള്ള നയിക്കാൻ തത്വ സംഭരിക്കാൻ നാഥ ഇനിയുള്ള ജീവിതകാലം മുഴുവനും തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് നിനക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഭാഗ്യം സാത്കാരങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. തിന്മകളിലേക്ക് ഞങ്ങളെ ഞെടുപ്പിക്കുന്ന നാഥ. അൽഹംദുലില്ലാഹി നാഥ, റമദാനിൽ നിന്ന് കഷ്ടപ്പെട്ട സുഹൃത്തും റമദാനിന് ശേഷവും ജീവിതത്തിൽ നിത്യമാക്കാൻ അനുവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. അൽഹംദുലില്ലാഹി നാഥ, പിടിച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ മനസ്സിലേക്ക് കടന്നു വരുത്തത് നാഥ. اللهم اغفر لوالدينا، اللهم ارحم لوالدينا، اللهم اغفر لوالدينا، اللهم ارحم لوالدينا يا رب العالمين. അവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ നാഥ. ആരുമായത്തും മണ്ണ് നിറഞ്ഞ കബറായും വേണ്ടിയ വീട് നീ പ്രകാശവും വിശാലവും വെക്കണേ നാഥ. സ്വർഗകവാടം നീ തുറന്നു കൊടുക്കണേ നാഥ. നാഥ, ജന്നാത്തിൽ ദിവസങ്ങളെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകണേ നാഥ. നാഥ, മാതാപിതാക്കൾ കൂടെയുള്ളവരുണ്ട് നാഥ. അവരെ കൂടെ കുറെ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നാഥ. അവർക്ക് നീ ദീർഘായുസ്സ് നൽകണേ നാഥ. അവർക്ക് നീ ആഫിയത്ത് നൽകണേ നാഥ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണേ നാഥ. താടി രോഗങ്ങളും രോഗങ്ങളൊക്കെ നരച്ചുപോയ ഒറ്റപ്പാടിന്റെ വല്യപ്പമാരുടെ നാഥ, വല്യപ്പമാരുടെ നാഥ. അത് മരണത്തിന്റെ അടയാളമാണെന്ന് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നാഥ. ആ മരണത്തെ കാത്തിരിക്കുന്ന വല്യപ്പമാർക്കും നാഥ, മരണം നീ എളുപ്പമാക്കി കൊടുക്കണേ നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ നാഥ. അൽഹംദുലില്ലാഹി നാഥ, വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളും രോഗങ്ങളും അവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. അൽഹംദുലില്ലാഹി നാഥ, ഞങ്ങളെ കുഞ്ഞുങ്ങൾ മക്കളുണ്ട് നാഥ. ഞങ്ങളെ യാത്രയേക്കാൾ സഹിക്കുന്ന പൈസകളാണ് മക്കളുണ്ട്. ഒരു കൺകുളിർന്ന് കൊതിക്കുകയാണ് നാഥ. ഈ ലോകത്തും പരലോകത്തും കൺകുളിർന്ന് നൽകുന്ന മക്കളാക്കി നാഥ, കൂട്ടത്തോടെ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങളെ പൈസകൾ ഞങ്ങളെ കൂടെ നൽകണേ നാഥ. ഞങ്ങളെ പൈസകൾ ഞങ്ങളെ കൂടെ നൽകണേ നാഥ. ഞങ്ങളെ പൈസകൾ ഞങ്ങളെ കൂടെ നൽകണേ നാഥ. പരരക്ഷിതാക്കൾ സങ്കടത്തിലാണ് നാഥ. മക്കൾ വഴിതെറ്റി പോകുന്നത് വേദനയാണ് നാഥ. വഴി കാണിച്ചു കൊടുക്കണേ നാഥ. സ്വന്തം പിതാവിന് ആദർശത്തിന് ശത്രുവായി വരുന്ന മക്കളുണ്ട് നാഥ. നാഥ, ഹിദായത്ത് നൽകണേ നാഥ. മാതാപിതാക്കൾക്ക് നീ ഹിദായത്ത് നൽകണേ നാഥ. വല്യപ്പമാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും നീ ഹിദായത്ത് നൽകണേ നാഥ. കൂട്ടുകുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എത്താൻ തൗഫീഖ് നൽകണേ നാഥ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവനക്കാലം രക്തത്തെക്കാളും ഞങ്ങൾ സ്നേഹിക്കുന്നത് നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നാഥ. ജീവിതത്തിൽ ഒരിക്കലും ഒരു അര സെക്കൻഡ് പോലും ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ ദർശിച്ചിട്ടില്ല നാഥ. നിന്റെ ഹബീബ്
സ്വർഗത്തിൽ അവരെ സ്വീകരിക്കുന്ന സുന്ദരന്മാരാക്കി അവർക്ക് നീ നൽകണേ നാഥാ. ബൈത്തുൽ ഹംദ് എന്ന വീടിന് അവർക്ക് നീ പകരം നിർമ്മിച്ചു കൊടുക്കണേ നാഥാ. അൽഹംദുലില്ലാഹ് നാഥാ, എന്ത് വേണം കൂടുതലായി എന്ന് ഈ സ്വർഗക്കാരോട് ചോദിക്കുമല്ലോ. പഠിച്ചോരെ, സ്വർഗക്കാർ പറയുമത്രേ, എന്താണ് റബ്ബേ ഇനി ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? നിങ്ങൾക്ക് കൃത്യ പരാതിക്കാർ ന്യായമാണ് നാടാ. എല്ലാത്തിനും നിങ്ങൾക്ക് അടുത്തറിയാവുന്നതാണ്. ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശിപ്പിച്ചില്ല നാടാ. നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയിട്ട് നാടാ. അപ്പോൾ നാടാ നിന്റെ മറ നിന്റെ കർത്തന്നേക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഉടമസ്ഥനായ നാടാ നിന്നെ നീ കാണിച്ചു കൊടുക്കുമല്ലോ നാടാ. നിന്നെ കാണുന്ന സൗഭാഗ്യവാനായി സാധുക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാടാ. നാടാ നരകം തന്നെയാണ് നാടാ. കട്ടിയാറുന്ന നരകം, തലയോട്ട് പൊട്ടിക്കൊണ്ട നരകം, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കുന്ന നരകം, തലച്ചോറ് പൊട്ടിത്തെറിക്കുന്ന നരകം, ശരീരത്തിന്റെ കുടൽമാലകൾ പിച്ചിച്ചിട്ടപ്പെടുന്ന നരകം നാടാ. ആ നരകത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാടാ. മാതാപിതാക്കളെ കാക്കണേ നാടാ. ഉമ്മമാരെയും പെണ്ണുമാരെയും കാക്കണേ നാടാ. ഇരകളെയും മക്കളെയും പെൺമക്കളെയും കാക്കണേ നാടാ. അയൽവക്കക്കാരെയും ആനത്തവന്തുക്കളെയും കാക്കണേ നാടാ. സ്വർഗത്തിന്റെ ഉന്നതമായ പദവി അൽജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ നാഥാ. ജന്നത്തുൽ ഫിർദൗസ് നീ അനുഗ്രഹിക്കണേ നാഥാ. ജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ നാഥാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم شتت شملهم وفرق جمعهم وقل عددهم يا ذا الجلال والاكرام. اللهم انصر اخواننا المسلمين في كل بلدان المسلمين وفي فلسطين وفي لبنان وفي سوريا وفي العراق وايران. اللهم انصرنا وانصرهم. اللهم ايدهم بنصرك يا الله. اللهم الف بين قلوبهم يا الله. اللهم الف بين قلوب المسلمين المجاهدين الموحدين يا الله. اللهم الف بين قلوب المجاهدين. اللهم الف بين قلوب الموحدين يا الله. اللهم اغفر لنا وارحمنا ولوالدينا. اللهم ربنا ارحمهما كما ربيانا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. تقبل منا ربنا تقبل منا انك انت السميع العليم. والحمد لله رب العالمين. صلى الله على نبينا محمد. സഹോദരങ്ങളെ സൂചിപ്പിച്ച സ്വതക്ക ഇസ്ലാമികമായ ദഅവത്തിന്റെ മാർഗത്തിലേക്കും പള്ളി പരിപാലനത്തിനും പള്ളി നിർമ്മാണത്തിനും ഒക്കെയുള്ള കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പള്ളിയുടെ മുസല്ലക്ക് വേണ്ടിയുള്ള സ്വതക്ക ഒരു 5 ആളുകൾ ഒരു 10 ആളുകൾ കൊടുക്കാൻ പറ്റി.